അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ ജീവി മനുഷ്യനാണ്. ഈ ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി പടച്ചതാണ്. വളരെ കൃത്യമായ ഒരു ലക്ഷ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഹസിബുതും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തായിരിക്കും ആ ലക്ഷ്യം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന് അവന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അമാനത്തും അള്ളാഹുവിന്റെ ശരീഅത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷം പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രവാചകനാണ് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനത്തെ പ്രവാചകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത് സ്വർഗത്തിലായിരുന്നു. ആദം നബിയുടെ ശരീരത്തിൽ നിന്നാണ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അത് ആദം നബി പാപം ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹു ആദ്യം തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആദം നബിയുടെ മുഴുവൻ സന്താന പരമ്പരകളെയും ഭൂമിയിൽ സൃഷ്ടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. വിശുദ്ധ ഖുർആനിൽ കാണാം, മലക്കുകളുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവിടെ മലക്കുകളോട് അള്ളാഹു പറയുന്നത്, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ശ്രീലങ്കയുടെ ഭാഗമായ ആദം മലയിലാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിയത് സൗദി അറേബ്യയിലെ ജദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജദ്ദ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വെല്ലുമ്മ എന്നാണ്. ഹവ്വാ ബീവി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇവര് രണ്ടുപേരും സമ്മേളിച്ച സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക സമ്മേളനം നടക്കുന്ന അറഫ എന്ന് പറയുന്ന മൈതാനം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലും ഹവ്വാ ബീവിയിലും 20 പ്രസവങ്ങളിലായി 40 മക്കളുണ്ടായി. ഓരോ പ്രസവത്തിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ജനിച്ചത്. ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു അള്ളാഹുവിന്റെ നിയമം. എന്നാൽ ഈ നിയമം അംഗീകരിക്കാതിരുന്ന ആളാണ് ഖാബീൽ എന്ന് പറയുന്ന ആദം നബിയുടെ സന്താനം. തന്നോടൊപ്പം ജനിച്ച സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ സ്വന്തം സഹോദരനായ ഹാബീലിനെ കൊന്ന ചരിത്രം സുപ്രസിദ്ധമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതകാലത്ത് തന്നെ തന്റെ പ്രിയപ്പെട്ട മകൻ ഷീസിനോട് തന്റെ സന്താന പരമ്പരയെ നന്മയിലേക്ക് ക്ഷണിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ രണ്ടാമത്തെ പ്രവാചകനായി നിശ്ചയിച്ചത് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അതിന്റെ ശേഷം പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം വന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബിയുടെ 6ാമത്തെ പൗത്രനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആദ്യമായി പേന കൊണ്ട് എഴുതുകയും സ്വന്തമായി നൂൽ നെയ്ത് വസ്ത്രമുണ്ടാക്കി ധരിക്കുകയും ചെയ്ത പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഏകദൈവ വിശ്വാസികളായിരുന്നു. കാനന്നാസു ഉമ്മത്തം വാഹിദ. അതിനുശേഷമാണ് ബഹുദൈവാരാധന അഥവാ ഷിർക്ക് ആരംഭം കുറിക്കുന്നത്. ഷിർക്കിനെതിരെ വന്ന ആദ്യത്തെ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാപകലില്ലാതെ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. 1-2 വർഷമല്ല, നീണ്ട 950 കൊല്ലം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും അവർ വിശ്വസിക്കാതിരുന്നപ്പോ അവസാനം മനം മടുത്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അള്ളാഹുവെ നിന്നെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനെയും നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുതേ. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ സ്വീകരിച്ചു.
നൂഹ് നബിയോട് ഒരു കപ്പലുണ്ടാക്കാൻ നിർദ്ദേശിച്ചു. പലരും നൂഹ് നബിയെ പരിഹസിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാം ഒരു കപ്പലുണ്ടാക്കി. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമും കുടുംബവും നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആളുകളും കപ്പലിനകത്ത് കയറി. പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകൾ വീതം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പലിനകത്ത് പ്രവേശിപ്പിച്ചു. അള്ളാഹു ഭൂമിയിൽ നിന്ന് ശക്തമായ ഉറവ പുറപ്പെടുവിച്ചു. ആകാശത്തു നിന്ന് ശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ വെള്ളം ഉയരാൻ തുടങ്ങി. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയതുപോലെ നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിന്റെ പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോ മാത്രമായിരുന്നില്ല ഈ ജലപ്രളയം. ഭൂമി മുഴുവനും ജലപ്രളയമുണ്ടായി. അതാണ് ചരിത്ര പ്രസിദ്ധമായ തൂഫാൻ. 40 ദിവസമായിരുന്നു നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ തൂഫാനിന്റെ ദൈർഘ്യം. പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് വെള്ളം വറ്റാൻ 150 ദിവസമെടുത്തു എന്ന് ചരിത്രം. അവസാനം ജൂതി പർവ്വതത്തിൽ നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിടുമ്പോൾ ആ കപ്പലിനകത്തുണ്ടായിരുന്ന ആകെ മനുഷ്യർ 80 പേരായിരുന്നു. 8 ആളുകൾ നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ടവരും 72 ആളുകൾ നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവരും. ആ 72 ആളുകളിൽ 36 പുരുഷന്മാരും 36 സ്ത്രീകളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും പിന്നീട് സന്താന പരമ്പരകൾ ഉണ്ടായിട്ടില്ല. നൂഹ് നബി അലൈഹിസ്വലാത്തു വസ്സലാമിന്റെ കപ്പലിലുണ്ടായിരുന്ന 3 ആൺമക്കൾ, ആ 3 ആൺമക്കളിലാണ് പിന്നീട് സന്താന പരമ്പര ഉണ്ടാകുന്നത്. അഥവാ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്വലാത്തു വസ്സലാമിലാണ്.